വാർത്തകൾ വിശദമായി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ ഹൈക്കോടതിയിലെത്തിച്ചു. പ്രതി ജ്യോതി ബാബു ഹാജരായില്ല. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഹാജരാകാത്തത്. ഇക്കാര്യം ജയിൽ സൂപ്രണ്ട് കോടതിയെ അറിയിക്കും. ശിക്ഷാവിധിയിൽ വാദം അല്പസമയത്തിനകം ആരംഭിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി എ.ടി. അശ്വതിയുണ്ട്. അശ്വതി, പ്രതികളെയെല്ലാം തന്നെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വാർത്തയുടെ വിവരങ്ങൾ? തുളസി ടി.ബി വധക്കേസ് പ്രതികൾ കോടതിയിൽ ഹാജരായിരിക്കുകയാണ്. ഇതിൽ ജ്യോതി ബാബു ആണ് ഹാജരാകാത്തത്. ജ്യോതി ബാബുവിന് ഇന്ന് 3 മണിക്ക് ഡയാലിസിസ് ഉണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ ഹാജരാകാതിരിക്കുന്നത്. ജയിൽ സൂപ്രണ്ട് ഇക്കാര്യം ഇന്ന് കോടതിയെ അറിയിക്കും. 10:15 കൂടിയാണ് ശിക്ഷാവിധിയിൽ വാദം തുടങ്ങുക. ഒരുപക്ഷെ ജ്യോതി ബാബു ഓൺലൈനായി ഹാജരാകാനുള്ള സാധ്യതയുമുണ്ട്. 10:15 ഈ കേസ് പരിഗണിക്കുമ്പോഴാണ് അതിലൊരു വ്യക്തത വരിക. ഇന്ന് കേസിലെ 12 പ്രതികളെയാണ് കോടതിയിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. കേസിൽ പ്രതികളുടെ ശിക്ഷ ഉയർത്തണമെന്ന പ്രോസിക്യൂഷൻ ഹർജിയിലാണ് കോടതി ഇന്ന് വാദം തുടങ്ങുന്നത്. ശിക്ഷ റദ്ദാക്കണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നതാണ്. പ്രതികളെ ശിക്ഷിച്ച വിചാരണ കോടതി വിധി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു. കൂടാതെ ഈ കേസിലെ പ്രതികളായ കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവരെ വിചാരണ കോടതി വെറുതെ വിട്ടു. ഇതും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട്. ഗൂഢാലോചന കേസിൽ ഇരുവർക്കും പങ്കുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഇവർ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞെന്നും ശിക്ഷ അനുഭവിക്കണമെന്നുമാണ് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണനും ജ്യോതി ബാബുവും കഴിഞ്ഞ ദിവസം മാറാട് കോടതിയിൽ കീഴടങ്ങിയിരുന്നു. ഇവർ അടക്കം 12 പ്രതികളാണ്. പ്രതികളെ കോടതിയിൽ ഹാജരാകാനാണ് ഇന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 11 പേരാണ് ഹാജരായിരിക്കുന്നത്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് 1 മുതൽ 5 വരെ പ്രതികൾക്കും 7ാം പ്രതിക്കുമെതിരെ ഗൂഢാലോചന കുറ്റം അധികമായി തെളിഞ്ഞതായി ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതേസമയം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വെറുതെ വിട്ടത് കോടതി ശരിവെച്ചു. ഇതിനെതിരെ അപ്പീൽ നൽകുമെന്നാണ് കെ രമ അറിയിച്ചിരുന്നത്. ഈ വിഷയത്തിൽ അതിന്റെ അപ്പീൽ ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ വിചാരണ കോടതി വെറുതെ വിട്ട 10-12 പ്രതികളായ കെ കൃഷ്ണൻ, ജ്യോതി ബാബു എന്നിവർ ഗൂഢാലോചന കേസിൽ പ്രതികളാണ് എന്ന് ബെഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ കൂടി കാര്യങ്ങൾ ഇന്ന് കോടതി പരിഗണിക്കും. ജസ്റ്റിസ് A.K. ജയശങ്കരൻ നമ്പ്യാരും ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. 1 മുതൽ 5 വരെയുള്ള പ്രതികളും 7ാം പ്രതികളും കൊലപാതകത്തിന് പുറമെയാണ് ഈ ഗൂഢാലോചന കേസിലും പ്രതികളാണെന്ന് ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കുന്നതിനായി പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്, അതുപോലെ തന്നെ കണ്ണൂർ, തൃശൂർ, തവനൂർ ജയിൽ സൂപ്രണ്ടുമാരുടെ റിപ്പോർട്ട്, പ്രതികളുടെ മാനസികാരോഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ട് എന്നിവ ഹാജരാക്കാനും നിർദ്ദേശമുണ്ട്. ഈ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ കൂടി, ഇത്തരം റിപ്പോർട്ടുകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതും ഇന്ന് ഹാജരാക്കും. അതുകൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ ശിക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ നൽകിയ അപ്പീൽ, പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ നൽകിയ അപ്പീൽ, CPM നേതാവ് പി മോഹൻ അടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ രമ MLA നൽകിയ അപ്പീൽ എന്നിവയിലായിരുന്നു ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നത്. പി മോഹനൻ അടക്കം 22 പേരെ വെറുതെ വിട്ടത് ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ കേസിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികളായ MC അനൂപാണ് ഇതിൽ 1ാം പ്രതി. കിർമാണി മനോജ്, കൊടി സുനി, TK രജീഷ്, മുഹമ്മദ് ഷാഫി, സുജിത്ത്, K ഷിനോജ്, KC രാമചന്ദ്രൻ, അതുപോലെ 11ാം പ്രതി മറ്റൊരു മനോജ്, 13ാം പ്രതി CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന PK കുഞ്ഞനന്ദൻ, 18ാം പ്രതി റഫീഖ് എന്നീ പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും, 31ാം പ്രതി കണ്ണൂർ സ്വദേശി ലെമ്പു പ്രദീപിന് 3 വർഷം കഠിന തടവുമാണ് വിചാരണ കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് ഈ വിചാരണ കോടതി ശിക്ഷാവിധിയിൽ കൂടുതൽ ശിക്ഷ നൽകണം എന്നതാണ് ഇപ്പോൾ നിലവിൽ ഇരിക്കുന്ന ആവശ്യം. ആ ആവശ്യമാണ് ഇന്ന് പരിഗണിക്കുക. ഇതിൽ PK കുഞ്ഞനന്ദൻ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ 2020 ജൂണിൽ മരണപ്പെട്ടിരുന്നു. 2014 കോഴിക്കോട് അഡീഷണൽ ജില്ലാ കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 36 പ്രതികളുണ്ടായിരുന്ന കേസിൽ CPM നേതാവായ പി മോഹൻ ഉൾപ്പെടെ 24 പ്രതികളെയാണ് വെറുതെ വിട്ടിരുന്നത്. എന്തായാലും മോഹനന്റെ വിഷയത്തിൽ കെ രമ അപ്പീലുമായിട്ട് പോകുന്നുണ്ട്. എന്തായാലും അക്കാര്യങ്ങൾ കൂടി ഒരു പക്ഷേ കെ രമ ഇന്ന് കോടതിയെ ബോധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല
നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവപര്യന്തം അടക്കം ഉണ്ടെങ്കിലും പരമാവധി ശിക്ഷ നൽകണം എന്നതാണ് ഈ കേസിലെ നിലവിൽ ഉള്ള ആവശ്യം. എന്തായാലും അത് അല്പസമയത്തിനകം വാദം തുടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 10:15 കൂടി വാദം ആരംഭിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുളസി, വ്യക്തമാണ് അശ്വതി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ ഹൈക്കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. പ്രതി ജ്യോതി ബാബു ഹാജരായിട്ടില്ല. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ഹാജരാകാത്തത്. ഇക്കാര്യം ജയിൽ സൂപ്രണ്ട് കോടതിയെ അറിയിക്കും. അദ്ദേഹം ഓൺലൈനായി ഹാജരാകാൻ ഒരു സാധ്യതയും കാണുന്നുണ്ട്. വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് AT അശ്വതി നൽകിയത്.